വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. ഇത് ജർമ്മനിയിലത്തെ ലെച്ച് ഫാൾ എന്ന് പറയുന്ന ഒരു പ്ലേസിന്. അപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് വെള്ളം കുത്തി ഒലിച്ചൊഴുകുന്ന ഒരു വാട്ടർഫോൾ ഏരിയ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക. അപ്പോൾ ഇത് ശരിക്കും ഒരു ഡാം പോലത്തെ ഒരു ഏരിയയാണ്. അതിനുശേഷം ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു വാട്ടർഫോൾ ഇവിടെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വാട്ടറിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇത് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ സൗത്തേൺ ഔട്ട്സ്കേർട്സ് ഓഫ് ഫ്യൂസൻ ഏരിയയിലാണുള്ളത്. അതായത് നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മ്യൂണിക് സൈഡിൽ വന്നാൽ, മ്യൂണിക് സിറ്റി സൈഡിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ജേർണി മാത്രമേ ഈ ഒരു വാട്ടർഫോൾ പ്ലേസിലേക്കുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാട്ടർഫോളിൻ്റെ ഒരു ടോപ്പ് വ്യൂ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും താഴേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ബ്രിഡ്ജ് ഏരിയയിൽ വന്ന് നമുക്ക് ആ വാട്ടർഫോൾ കുറേ കൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇത് റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഇതൊരു വ്യൂ പോയിൻ്റാണ്. അതിനുശേഷം താഴേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ഈ ഒരു ലെച്ച് ഫാൾ വാട്ടർഫാളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു റൈറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ ഇവിടുത്തെ കുറച്ച് ഇൻഫർമേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ഞാൻ നേരത്തെ നിന്ന ഒരു ഏരിയ ഇതാണ്. നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റോഡ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സൈഡിലേക്ക് വന്നാൽ കണ്ടോ ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർഫോളിൻ്റെ ലോങ് വ്യൂ, അതായത് ടോപ്പ് വ്യൂ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ പതിയെ മുന്നിലേക്ക് പോയിട്ട് ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് താഴേക്ക് ചെല്ലുവാണെങ്കിൽ നമ്മൾ ഈ ഒരു വാട്ടർഫോളിൻ്റെ മെയിൻ വ്യൂ പോയിന്റിലേക്കാണ് ചെല്ലുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ട്. മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. നമ്മൾ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഏരിയയിലേക്കാണ് നമ്മൾ എത്താം. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാട്ടർഫോളിൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പോഴത്തെ സൈഡൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കുറേ ലോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ യൂറോപ്പിൽ എവിടെ പോയാലും നമുക്കിങ്ങനെ കുറേ ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ ലോക്ക് ചെയ്തിട്ടേക്കുന്നത് കാണാൻ പറ്റും. നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ഈ ഒരു വാട്ടർഫോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുക. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഒലിച്ചു പോകുന്നത് ഈ ഒരു ഏരിയയിലൂടെയാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു വാട്ടർ കളർ നന്നായിട്ട് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്ലോസപ്പ് വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയൊരു കനാൽ പോലത്തെ ഒരു ഏരിയയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഇപ്പോഴത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാട്ടർഫോൾ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നല്ല വെള്ളമുള്ള സമയമാണ് കേട്ടോ. ശരിക്കും ഇതിങ്ങനെ സ്റ്റെപ്സ് ആയിട്ടാണ് ഈ ഒരു ഫോൾ ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കുറഞ്ഞ സമയത്ത് നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. വെള്ളം ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ ഒഴുകണ പോലെ. പക്ഷേ ഇതിപ്പോൾ നല്ല വെള്ളമുള്ള സമയമാണ്, സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് പതഞ്ഞൊഴുകുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു വാട്ടർഫോൾ ഏരിയയിൽ ഇപ്പോൾ വന്നാൽ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെച്ച് ഫാൾ എന്ന് പറയുന്നത് ഏകദേശം 12 മീറ്റർ ഹൈറ്റിലാണുള്ളത്. അതുപോലെ തന്നെ അതൊരു ഫുൾ വിഡ്ത്ത് ഡാം ആണ് കേട്ടോ. അതിന് ശേഷമാണ് അതിൻ്റെ എൻഡ് പോയിന്റിലായിട്ട് ഇങ്ങനെ ഒരു ഫാൾ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ വെള്ളം ഇവിടെ ഒഴുകുന്നത് ഗോർഗ് ഏരിയയിലൂടെയും അതുപോലെ തന്നെ ഫാൽക്കൻസ്റ്റൈൻ റിഡ്ജ് ഏരിയയിലൂടെയാണ്. അതുപോലെ ഇത് പതിയെ പോണത് ഈസ്റ്റ് സൈഡിലുള്ള ആൽപ്സിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെച്ച് ഫാൾ എന്ന് പറയുന്നത് ഒരു യുണീക്ക് നാച്ചുറൽ മോണുമെൻ്റ് ഇൻ ബവാരിയൻ ആൽപ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് വളരെ നാച്ചുറലായിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഇങ്ങനൊരു വാട്ടർഫോൾ ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണല്ലേ. അപ്പോൾ ഇത് ശരിക്കും നാച്ചുറലായിട്ടുള്ള ഒരു വാട്ടർ ഡാം ഏരിയ ആണ് കേട്ടോ. ഇത് ആൽപ്സിൻ്റെ അവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിഫറെൻറ്റ് കളർ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഈ ഒരു വാട്ടർഫോൾ ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഫ്ലഡ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫ്ലഡ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ഒരു ഡാം കെട്ടിയിട്ട് ഈ ഒരു വെള്ളം ഇതുപോലെ ഒഴുക്കി വിടാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ കാരണം ആൾക്ക് വന്ന് കാണാനും അതൊരു വാട്ടർഫോൾ എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് വാട്ടർ കൺട്രോൾ ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 18th സെഞ്ച്വറിയിലാണ് ഇവർ ഇങ്ങനെ ഈ ഒരു വാട്ടർ ബോഡി ഇതുപോലെ ഒരു ഡാമായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഇങ്ങനെ വെള്ളം ഒഴുക്കി വിടാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ വാട്ടർഫോളിൻ്റെ അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ആ ഒരു ഏരിയയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോക്ക് വീൽ ട്രെയിൻ കാണാമല്ലേ, അത് താഴേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിൽ കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് പോകാൻ വേണം. ഇവിടെ ഒരു അടിപൊളി സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്.
നമ്മുടെ വാട്ടർഫോളിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ മാത്രമേ ഓൺ റോഡ് ഇങ്ങോട്ടേക്ക് വരാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 20-30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഇവിടേക്ക് എത്താൻ. ഇതുപോലെ ഈ ഒരു ആൽപ്സ് ട്രീയുടെ ഇടയ്ക്കോടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒരു കോഗ് വീൽ ട്രെയിനിൽ മേളിലേക്ക് പോകട്ടോ. അപ്പോൾ ഒരു 5 to 7 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ മേളിലേക്ക് എത്തും. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന കണ്ടോ, ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഭയങ്കര ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കാണാനും ഇതിൻ്റെ മുകളിലൊക്കെ കയറി നടന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഗ് വീൽ ട്രെയിൻ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് പോണത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ട ഫോള് ജർമ്മനിയിലായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഓസ്ട്രിയയിലുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് കാണാൻ പോണത്. അപ്പോൾ ഇത് ഏകദേശം 2 കൺട്രിയുടെയും ബോർഡർ ആണെന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോപ്പർ ബവാരിയൻ ഓസ്ട്രിയൻ ബോർഡറാണ്, ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെയും ബോർഡർ. പക്ഷേ ഈ ഒരു പ്ലേസ്, ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, ഈ ഒരു പ്രോപ്പർ ഏരിയ വരുന്നത് ഓസ്ട്രിയ എന്ന് പറഞ്ഞ കൺട്രിയിൽ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേസ് വരുവാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയുടെ ബോർഡറിലും ഓസ്ട്രിയയുടെ ബോർഡറിലുള്ള ഒരുപാട് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ബ്രിഡ്ജിലേക്കുള്ള ഒരു എൻട്രൻസ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി താഴെ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിന് മെയിൻ ആയിട്ട് പറയുന്നത് ഹൈലൈൻ 179 എന്നാണ് ഇതിൻ്റെ ഒരു നെയിം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രൻസ് പോയിന്റിൽ നമുക്ക് പതിയെ സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ലെങ്തി സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാമല്ലേ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 406 മീറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അത്രയും ലെങ്ത് ഉണ്ട് ഈ ഒരു ബ്രിഡ്ജിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലോസിങ് ടൈം എന്ന് പറയുന്നത് രാത്രി 10 മണി വരെയാണ്. അതുവരെ മാത്രമേ നമുക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുക. താഴെ കാണുന്ന ആ ഒരു വില്ലേജ് സൈഡും ഈ സൈഡിലുള്ള ആൽപ്സിൻ്റെ മൗണ്ടെയിൻസും പിന്നെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെങ്തി ബ്രിഡ്ജൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതിവിടെ ഓപ്പൺ ആയത് 2014 നവംബർ 22 ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 9-10 ഇയേഴ്സ് ഒക്കെ ആയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.2 മീറ്റേഴ്സ് ആണ്. ഒരു 2-3 പേർക്കൊക്കെ ഒരുമിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല ഹാങ്ങിങ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അധികം തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ നടന്നപ്പോൾ തന്നെ നന്നായിട്ട് ഈ ഒരു ബ്രിഡ്ജ് ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളും തിരക്കൊക്കെ ഉള്ള സമയത്ത് ഇതിനേക്കാളും കൂടുതൽ നമുക്ക് ആ ഒരു ഹാങ്ങിങ് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ആ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽപ്സിൻ്റെ മൗണ്ടെയിൻസും താഴേക്ക് നോക്കുകയാണെങ്കിൽ റോഡും കുറച്ച് വില്ലേജ് സൈഡ് പോലത്തെ ഏരിയ കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും ഇതിൻ്റെ താഴേക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ റോഡും കുറച്ച് വീടുകളൊക്കെ കാണാം കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കാസിലും കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു കുട്ടി കാസിൽ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാസിലും വിസിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബ്രിഡ്ജിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ടിബറ്റ് സ്റ്റൈൽ ഫുഡ് ബ്രിഡ്ജാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ഹൈലൈൻ 179 എന്നാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ താഴത്തെ ആ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ നല്ല ഹൈറ്റിലാണുള്ളത്. താഴെ കാറുകളൊക്കെ നമുക്ക് കാണുന്നില്ല എത്ര ചെറുതായിട്ടാണെന്ന്. അപ്പോൾ ഏകദേശം 114 മീറ്റേഴ്സാണ് നമ്മൾ താഴെ, അതായത് താഴത്തെ ഗ്രൗണ്ടിൽ നിന്നുള്ള ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 114 മീറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തല ഇറങ്ങണ പോലെ തോന്നും. കണ്ടോ ആ റോഡും ഇതൊക്കെ എത്ര ദൂരെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പൊക്കത്തിലാണ് ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ വളരെ രസമാണ് കേട്ടോ. ഇങ്ങനെ താഴേക്ക് നോക്കി നടക്കാനും നല്ല രസമാണ്. അപ്പോൾ ഏകദേശം തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 അവറൊക്കെ ഈ ഒരു ഏരിയയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിലേക്ക് വന്ന പോലെ തന്നെ ഈ ഒരു കോഗ് വീൽ ട്രെയിൻ എടുത്ത് താഴേക്ക് നമുക്ക് പോകട്ടോ. അപ്പോൾ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ് നമ്മൾ താഴെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് നേരത്തെയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ സിപ്പ് ലൈൻ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും അതൊക്കെ ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോഗ് വീൽ ട്രെയിനിൽ തന്നെയാണ് താഴേക്ക് പോകുന്നത് കേട്ടോ. ഇനി ഈ ഒരു ബവാരിയ സൈഡിലൊന്നും ഇത് മാത്രമല്ല, ഇനി ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.